അപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ബസ് വന്നിട്ടുള്ളത്. ഇനി മുതൽ നമ്മുടെ എക്സാമിനറിൻ്റെ 6ാം ക്ലാസ്സിൻ്റെ സ്വന്തം ബാച്ച് ആയിട്ടുള്ള നമ്മുടെ യുവ ബാച്ചിൽ ഇനി നിങ്ങൾക്ക് 2000 രൂപ കൊടുത്തിട്ട് ഫീസ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ആ 2000 എന്നുള്ള നമ്മൾ വെട്ടിക്കുറച്ച് വെറും 599 ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 599 എന്ന് പറയുന്ന ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യുവ ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അധികം പൈസ കുറയ്ക്കാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതായത് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ, എക്സാം ഒക്കെ ഇപ്പോൾ എടുക്കാനായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു 6ാം ക്ലാസ്സിൽ നമുക്കിനി എക്സാം ഒക്കെ വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മിസ് എനിക്ക് നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ക്ലാസ് ഒക്കെ കിട്ടണം, നോട്ട് കിട്ടണം, അതേപോലെ തന്നെ വർക്ക് ഷീറ്റ് കുറേ ക്വസ്റ്റ്യൻസും കിട്ടണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ ഒരു ചാൻസ് നമ്മൾ തരികയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. അപ്പോൾ ആഗ്രഹമുള്ള എല്ലാവർക്കും ഇനി നിങ്ങൾ പൈസയുടെ ഒരു പ്രശ്നം പറഞ്ഞിട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാച്ച് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത് നാളെ വൈകുന്നേരം കൃത്യം 6 മണിക്കായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത്. ഇപ്പം തന്നെ ഈ ഒരു വിവരം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ഈ ഒരു സന്തോഷ വാർത്ത മാക്സിമം ആഗ്രഹമുള്ള എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണിത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു 599 എന്ന് പറയുന്ന പൈസ കൊടുത്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇതൊരു ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മിസ് കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മളിപ്പോൾ 6ാം ക്ലാസ് ഇപ്പോൾ കഴിയാനായല്ലോ. ഇനി നമുക്കുള്ളത് ഏതാണ്, നമ്മുടെ 7ാം ക്ലാസ് ആണ്. അപ്പോൾ 7ാം ക്ലാസ്സിന് നമ്മുടെ എക്സാമിനറിൻ്റെ സ്വന്തം ബാച്ചാണ് നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടി ബാച്ചിൽ നിങ്ങൾക്കായിട്ട് ഫുൾ സിലബസിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ PDF ആയിട്ടുള്ള ക്ലാസ് നോട്ടുകൾ ഉണ്ടായിരിക്കും. ഫുൾ സിലബസിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് വേണമെങ്കിൽ അത് നോക്കാം, ലൈവ് ക്ലാസ് വേണമെങ്കിൽ അതും നോക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെയും നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നമ്മൾ നടത്തുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ്, അതായത് നമുക്ക് ഇതുവരെ എക്സാംസ് ഒക്കെ കുറേ നടന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ മുൻവർഷ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മോഡൽ എക്സാംസും അതും നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജസ്, അതായത് ഫുൾ മാർക്ക് നേടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ സൃഷ്ടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 6ാം ക്ലാസ്സിൻ്റെ നമ്മുടെ യുവ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഫീസ് നല്ലോണം കുറച്ചിട്ടുണ്ട്, 599 ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവരം എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയുള്ള ഓരോ ദിവസം ഫുള്ള് സെറ്റായി എൻജോയ് ചെയ്ത് പഠിക്കുക എൻ്റെ കുട്ടികൾ. ഓക്കെ, അപ്പോൾ റെഡി ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് ഫയർ മൂച്ച് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് നിറച്ചോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.